മുത്തുമണിയുടെ മലപ്പുറം ചങ്ങായിയാണ്. ഒരു വീഡിയോ കണ്ടു. മുംബൈയിൽ കുറച്ച് ആളുകൾ ഒഴുക്കിൽപ്പെട്ടു പോകുന്ന ഒരു ദൃശ്യം. വല്ലാതെ സങ്കടം തോന്നിയ ഒരു കാഴ്ചയാണ്. നമ്മൾ കണ്ണു മുന്നിൽ കുറേ ആൾക്കാർ നോക്കി നിൽക്കുക. ഒരു കുടുംബം ഒലിച്ചു പോവുകയാണ് വെള്ളത്തിൽ. വല്ലാത്തൊരു അപകടമാണ്, അപകടത്തിൻ്റെ ദൃശ്യമാണ് ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. ഈ ഒരു വീഡിയോ ഇടാനുള്ളൊരു കാരണം, നമ്മൾ വല്ലാതെ മഴ പെയ്യുന്ന ഒരു സമയം, മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ശക്തമായ മഴ നമ്മുടെ നാട്ടിലൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മളൊക്കെ വിനോദങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, വിനോദസഞ്ചാരങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. നമ്മൾ കുടുംബത്തോടൊപ്പം പല സ്ഥലങ്ങളിലും നമ്മൾ യാത്ര ചെയ്തിട്ട് പല കാഴ്ചകളും കാണാൻ വേണ്ടി നല്ല കൗതുകത്തോടു കൂടി കുട്ടികളെയും കുടുംബത്തിനെയൊക്കെ കൂട്ടി പോകുന്ന ആളുകളാണ്. എന്നാൽ എത്രത്തോളം അപകടങ്ങൾ കണ്ടാലും കണ്ടു പഠിച്ചാലും നമ്മളൊന്നും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾക്ക് അപ്പോഴൊന്നും നമുക്ക് പേടിയോ ബേജാറോ ഇല്ലാതെ നമ്മൾ എല്ലാ വെള്ളത്തിലും പോയി ഇറങ്ങും. നമ്മൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോകും, അവിടെ പോയി വെള്ളത്തിലിറങ്ങും, കുളിക്കാനിറങ്ങും. ഇതുപോലെ നിരവധി അപകടങ്ങൾ നമ്മൾ ഒരുപാട് വീഡിയോകളായിട്ടും ഒരുപാട് മെസ്സേജുകളായിട്ടും കണ്ടതാണ്. പക്ഷേ എന്നാലും നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളിതൊന്നും പഠിക്കാത്തതെന്നാണ്. ഈ ഒരു കുടുംബം അപകടത്തിൽപ്പെട്ടത് എന്താണെങ്കിലും ഇതിനെക്കുറിച്ച് വിമർശിക്കാറില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ വെള്ളത്തിൽ പോകുമ്പോൾ, കുളിക്കാനിറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് മല ഉള്ള ഭാഗത്തൊക്കെ ചെല്ലുമ്പോൾ, ഏത് സമയത്താണോ മലവെള്ളം കുത്തിയൊലിച്ച് വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. വരുന്ന അറിയും കൂടിയില്ല. പെട്ടെന്നായിരിക്കും വെള്ളം വരുന്നതും നമുക്ക് രക്ഷപ്പെടാൻ കഴിയാതെ നമ്മൾ അപകടത്തിൽപ്പെടുന്നതും. ഇതുപോലുള്ള ദൃശ്യങ്ങൾ ഒരുപാട് നമ്മൾ കണ്ട് മനസ്സിലാക്കിയ ആളുകളാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരം അപകടങ്ങളും വീണ്ടും വീണ്ടും സംഭവിക്കുന്നത് എന്നതാണ്. ഒരുപാട് വിനോദസഞ്ചാരികൾ അവിടെ ഉണ്ട്, പക്ഷേ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് അവിടെ ഉള്ളത്. ഇത് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊന്നും കാണാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, ഇത് കണ്ടിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഒരു മലൻ്റെ ചെരിവാണെന്ന് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ, സത്യത്തിൽ അവിടെ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു മാർഗമില്ലാതെ കുറേ ആളുകൾ അവിടെ വള്ളി വലിച്ച് കണ്ട് അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നതൊക്കെ നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ ആ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ, അത്രയും വെള്ളം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കുത്തി ഒലിച്ച് ശക്തിപ്പെടുകയാണ് ചെയ്തത്. എന്താന്ന് പറയാം, ഇപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകൾ ഏകദേശം ഒരു 6-7 പേര് പോലെ എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ആ ഒരു നിൽക്കുന്ന ഒരു പവറിലാണ് ഇപ്പോൾ അവർക്ക് ഒഴുക്കിൽ പെടാതെ നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വെള്ളം ശക്തിയായിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഇവർ ഒന്നടങ്കം ഒഴുക്കപ്പെട്ടു പോകുന്നത്. ഏതായാലും വല്ലാത്ത ഒരു സങ്കടമുള്ളൊരു കാഴ്ചയാണ്. ഇനി ഒരിക്കലും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മളൊക്കെ ഓരോരുത്തരും ശ്രദ്ധിക്കുക. എത്ര ശ്രദ്ധിച്ചാലും അപകടങ്ങൾ ഒരുപക്ഷെ നമുക്ക് വന്നേക്കാം. എങ്കിലും നമ്മളേതായിട്ടുള്ള ഒരു ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ശ്രമം നടത്താം. ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ വാട്സപ്പ് വഴി വന്ന ഒരു സന്ദേശം ഇതിങ്ങനെയാണ്, ഞാൻ വായിച്ചു തരാം. മുംബൈ ലോണാവാലയിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളച്ചാട്ടത്തിൽ അകപ്പെട്ട 7-അംഗ കുടുംബം ഒലിച്ചുപോയി. 5 പേർ മരിച്ചു, 2 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. 2 കുട്ടികളുടെ മൃതദേഹം കണ്ടെത്താനുണ്ട്. പൂനെ സ്വദേശികളായ ഷാഹിസ്ത അൻസാരി 36, അമീമ അൻസാരി 13, ഉമേര അൻസാരി 8 എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. അദ്നാൻ അൻസാരി 4, മരിയ സയ്യിദ് 9 എന്നിവരുടെ മൃതദേഹങ്ങളാണ് കാണാതായത്. പൂനെ സിറ്റിയിലെ സയ്യിദ് നഗർ പ്രദേശത്താണ് കുടുംബം താമസിക്കുന്നത്. ഹിൽ സ്റ്റേഷനിൽ അവധിക്കാലം ആഘോഷിക്കാനെത്തിയതായിരുന്നു ഇവർ. നിരവധി വിനോദസഞ്ചാരികൾ ഈ സമയം പ്രദേശത്തുണ്ടായിരുന്നു. ഇതിനിടെ ഇവർ ബുഷി അണക്കെട്ടിന് സമീപത്തെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങി. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ ഡാമിൽ പെട്ടെന്ന് നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളച്ചാട്ടത്തിന്റെ ശക്തി വർദ്ധിക്കുകയായിരുന്നു. രക്ഷപ്പെടാനായി വെള്ളച്ചാട്ടത്തിന് നടുവിലുള്ള പാറയിൽ എല്ലാവരും കയറി നിന്നെങ്കിലും ഒഴുക്ക് വർദ്ധിച്ചതോടെ പാറ മുങ്ങിപ്പോവുകയായിരുന്നു. എല്ലാവരും ഒഴുക്കിൽപ്പെടുകയുമായിരുന്നു. യാതൊരു വിധത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് ഇവർ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയത്. കാണാതായ കുട്ടികളെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയാണ്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിൽ വന്ന വാർത്ത ഇങ്ങനെയാണ്. ഏതായാലും വല്ലാത്ത ഒരു സങ്കടമാണ്. ഒരുപാട് ആൾ നോക്കി നിൽക്കുമ്പോൾ ഒരു കുടുംബം വെള്ളത്തിൽ ഒലിച്ചു പോവുക. അവർ ആ ഒരു ജീവതുടിപ്പിനും വേണ്ടി എത്രത്തോളം യാചിച്ചിട്ടുണ്ടാവും. പടച്ചറബ് ആർക്കും ഇങ്ങനത്തെ ഒരു ഗതികേട് വരുത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കാരണം ഇത് ആ വെള്ളത്തിൽ നിൽക്കണോൻ്റെ ഒരു ടെൻഷൻ എത്രത്തോളം ഉണ്ടായിരിക്കും. മരണം മുഖാമുഖം കണ്ടിട്ട് പടച്ചോനെ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചു വരവില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ഒരുപാട് വേവലാതിപ്പെട്ട് സങ്കടത്തോടു കൂടി സ്വന്തം മക്കളെ ചേർത്ത് പിടിച്ച്, കുടുംബത്തെ ചേർത്ത് പിടിച്ച് കണ്ട് അവസാനം നിലംപതിച്ച് ആ വെള്ളത്തിൽ ഒഴുക്കിപ്പെട്ടുകാണ്ട് ഒലിച്ചു പോകുന്നു. എല്ലാവരും വേർതിരിഞ്ഞ് പോകുന്നു. കുറേ ആളുകൾ മരിക്കുന്നു.
എന്താണ് വല്ലാത്ത ഒരു ദയനീയ അവസ്ഥ. ഇതുപോലുള്ള അപകടങ്ങൾ വരാതിരിക്കട്ടെ. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും വെള്ളച്ചാട്ടത്തിലും ഒക്കെ പോയി കുളിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലം വല്ലാതെ മഴ പെയ്യുന്ന സമയമാണ്. മലക്കൊക്കെ മഴ പെയ്തിട്ട് എങ്ങനെയാണ് വെള്ളം വരിക ഒന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഡാമുകളൊക്കെ എവിടെയെങ്കിലും ഡാമുകളൊക്കെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അവരെൻ്റെ ഷട്ടർ പൊക്കി വിടും. ഷട്ടർ പൊക്കി വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം ശക്തിയിൽ വരും. വെള്ളം വരുന്നത് ഒരിക്കലും നമുക്കറിയാൻ കഴിയില്ല. ഇതുപോലെ നമ്മൾ വല്ല പുഴയുടെ നടുവിലോ അല്ലെങ്കിൽ പിന്നെ അപകടം പിടിച്ച സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം വരുമ്പോൾ ഇതുപോലെ നമ്മൾ മുഖാമുഖം കണ്ടിട്ട് നമ്മൾ ഒഴുക്കിപ്പോട്ട് പോകും. അപകടങ്ങൾ ഒരുപാട് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരിക്കലും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അത് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനുള്ള പ്രതിവിധി. മരണം അപകടമൊക്കെ നമുക്ക് വരും, അതൊന്നും വരാതിരിക്കില്ല. പക്ഷേ എങ്കിലും ഇതുപോലെ നമ്മുടെ അശ്രദ്ധ മൂലം ഇതുപോലുള്ള അപകടങ്ങൾ നമുക്ക് ഒരിക്കലും ഉണ്ടാവാതിരിക്കാം. നമ്മൾ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള വിനോദസഞ്ചാരങ്ങൾ ഇതിലൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളായിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. ആ കുടുംബം ഒലിച്ചു പോകുന്നതിൻ്റെ ഒരു ദൃശ്യം നോക്കുകയാണ് നിങ്ങൾ. എങ്ങനെ ഇതൊക്കെ കണ്ടു നിൽക്കാൻ കഴിക്കും. നമുക്ക് അത്രയും ടെൻഷനോട് കൂടിയാണ് നമ്മൾ ഈ ഒരു കാഴ്ചയൊക്കെ കാണുന്നത്. അപ്പോൾ പറയാനുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വിനോദങ്ങൾ ആസ്വദിക്കുന്നതിന് പ്രശ്നമല്ല, നമ്മൾ അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോഴാണ് പ്രശ്നം. ഇതുപോലെ ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം പറയുകയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഇത് കൊണ്ടുവരാനുള്ള കാരണം എനിക്ക് ഇത് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും സ്നേഹം.